ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന്റെ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാനത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നു ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് കൂൺഗ്രാമം പദ്ധതിയെ പറ്റി പറയാം. ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്, കൂൺഗ്രാമം പദ്ധതി. ഈ വർഷം നമ്മളുടെ വയനാട് ജില്ലയിൽ നിന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിനെ കൂൺഗ്രാമമാക്കി മാറ്റാം എന്നതുകൊണ്ടാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ 100 ചെറിയ മഷ്റൂം യൂണിറ്റ്, അതായത് 100 ബെഡുള്ള മഷ്റൂം യൂണിറ്റിന് ഒരു വ്യക്തിക്ക് 11,250 രൂപ ധനസഹായം ലഭിക്കും. അങ്ങനെയുള്ള 100 യൂണിറ്റുകൾ. അതോടൊപ്പം ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് 300 ബെഡിലധികം കൂൺ കൃഷി ചെയ്യുന്ന 2 ലക്ഷം രൂപ മുടക്കം മുതലുള്ള മഷ്റൂം യൂണിറ്റിന് 50% സബ്സിഡി, 1 ലക്ഷം രൂപ കർഷകർക്ക് ലഭിക്കും. കൂണിന്റെ വിത്ത് ഉൽപാദനം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റിന് 1 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും. ഇതോടൊപ്പം കൂൺ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഹൗസിന് വേണ്ടിയിട്ട് 2 പാക്ക് ഹൗസ് നമുക്ക് വയനാട് ജില്ലയിൽ ചെയ്യാം. അതിന് 2 ലക്ഷം രൂപയോളം ധനസഹായം ലഭിക്കും. കൂണിന്റെ വേസ്റ്റ് ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് മേക്കിംഗ് യൂണിറ്റിന് 10 എണ്ണം കമ്പോസ്റ്റ് മേക്കിംഗ് യൂണിറ്റിന് കിട്ടും. അങ്ങനെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തെ കൂൺഗ്രാമമാക്കി മാറ്റാനുള്ള പദ്ധതികളുണ്ട്. കാപ്പി കർഷകർക്കായുള്ള പദ്ധതിയാണ് കേര പദ്ധതി. കേര പദ്ധതിയെക്കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേൾഡ് ബാങ്കിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതി. കേര പദ്ധതി കൃഷി വകുപ്പ്, കോഫി ബോർഡ്, ഇൻഡസ്ട്രീസ് വകുപ്പ്, ഈ 3 വകുപ്പുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്കാണ് ധനസഹായം ലഭിക്കുക. കാപ്പി കൃഷിയുടെ പുനരുദ്ധാരണത്തിന് 1,10,000 രൂപ കർഷകർക്ക് ലഭിക്കുന്നു 2 വർഷമായിട്ട്. ശാസ്ത്രീയമായ രീതിയിൽ കാപ്പി കൃഷി പുനരുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1-ാം വർഷം 77,000 രൂപ, 2-ാം വർഷം 33,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിന് കൃഷി വകുപ്പ് വഴിയല്ല അപേക്ഷകൾ സ്വീകരിക്കുന്നത്, കേര ബോർഡ് വഴിയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിന് കാപ്കോയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. കേര പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് ആണ് ഇതിനുള്ള ആനുകൂല്യം ലഭിക്കുക. ഇത് കൂടാതെ FPOകൾക്ക് കേര പദ്ധതി വഴി ധനസഹായം ലഭിക്കുന്നുണ്ട്. 10 ലക്ഷത്തിന് മേലെ ടേൺ ഓവറുള്ള 3 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 200-ലധികം അംഗങ്ങളുള്ള FPOകൾക്ക് അല്ലെങ്കിൽ FPCകൾക്ക് കേരയുടെ ഇതായിട്ട് വിപണനത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം ലഭിക്കുന്നുണ്ട്. ഈ 2 പദ്ധതികളും കർഷകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേര എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് റെസീലിയന്റ് അഗ്രികൾച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രകൃതിയോട് ചേർന്നുള്ള കൃഷി രീതി. പുതിയ കാപ്പിത്തെ നടുന്നതിന്, പുതിയ സ്ഥലത്തേക്ക് കാപ്പി കൃഷി വ്യാപിപ്പിക്കുന്നതിനല്ല, കാപ്പിത്തോട്ടത്തിലെ കുറച്ച് പ്രായമേറിയ 40% കാപ്പി മരങ്ങൾ പിഴുതു മാറ്റിയിട്ട് പുതിയ കാപ്പിത്തേകൾ വെച്ച് പിടിപ്പിച്ച് നിലവിലുള്ള കാപ്പിയെ പരിരക്ഷിക്കുക, അതായത് കാപ്പി കൃഷി പുനരുദ്ധാരണം. 77,000 എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ല, പരിമിതി. 1 ഹെക്ടറിനാണ് 77,000 രൂപ ധനസഹായം ലഭിക്കുക. ഒരു വ്യക്തിക്ക് പരമാവധി 2 ഹെക്ടർ വരെ ധനസഹായം ലഭിക്കും. ഹെക്ടർ എന്ന് വെച്ചാൽ 1 ഹെക്ടർ എന്ന് വെച്ചാൽ 2.5 ഏക്കർ, അതായത് 250 സെന്റ്. കാപ്പി കൃഷി പുനരുദ്ധാരണത്തിനാണ് ധനസഹായം കൊടുക്കുക, അതായത് പഴയ കാപ്പിത്തോട്ടങ്ങളിലെ പുതിയതാക്കി മാറ്റുന്നതിനുള്ള ധനസഹായം. 1 ഏക്കറിന് 44,000 രൂപ 2 വർഷത്തെ ധനസഹായമായിട്ട് ലഭിക്കും. 75% ആദ്യ വർഷവും 25% 2-ാം വർഷവും ലഭിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഈ കേര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് അതുപോലെയുള്ള ശാസ്ത്രീയ പരിചരണ മുറകൾ ചെയ്യുന്ന കർഷകന് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. കേര പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് കാപ്കോ എന്ന പോർട്ടൽ വഴിയാണ്. കാപ്കോ എന്ന പോർട്ടലിൽ ഇന്റിമേഷൻ അനുസരിച്ചിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ വാങ്ങുന്നതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ജോബിഷ് ഞാൻ പറഞ്ഞല്ലോ, ധാരാളം പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള പദ്ധതികളാണ് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾക്ക് കൃത്യമായിട്ട്
നടപ്പിലാക്കി കൊടുക്കാൻ അവരുടെ എല്ലാ കാർഷിക ആവശ്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും കൃഷി വകുപ്പിന്റെ പദ്ധതികളുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി സേവനം കർഷകർക്ക് നൽകാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും ജില്ലാ കൃഷി ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കൃഷിഭവനിൽ കർഷകർ കൃത്യസമയത്ത് അപേക്ഷ കൊടുത്ത് കൃഷിഭവനുമായുള്ള ഒരു ബന്ധം പുലർത്തിയാൽ തന്നെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കർഷകരും കൃഷി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ഒന്ന് ഊഷ്മളമാക്കിയാൽ കർഷകർക്ക് ധാരാളം പദ്ധതികളുടെ സഹായം, സർക്കാരിന്റെ സഹായം കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾക്ക് പറ്റും. നെൽകർഷകർക്ക് കിട്ടാവുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ജോബിഷ്, വയനാട് വയൽനാടാണെന്ന് അറിയാലോ. ഏകദേശം നമ്മൾക്കൊരു 7200 ഹെക്ടറോളം നെൽകൃഷിയുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് നെൽകൃഷിയിൽ താരതമ്യേന ചെറിയ രീതിയിൽ ഒരു നെൽകൃഷിയിൽ കുറവ് വരുന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടുവരുന്നില്ല. ഈ നെൽകൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് അവർ കൂട്ടുകൃഷി സമ്പ്രദായം പാടശേഖരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൃഷി ചെയ്തു വരുന്നത്. ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഹെക്ടറിന് 5500 രൂപ സുസ്ഥിര കൃഷി വികസനത്തിന്, അതായത് അവർക്ക് നെൽവിത്ത് വാങ്ങാൻ നിന്നതിനുള്ള ധനസഹായം ഈ പദ്ധതി വഴി നൽകുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം, തരിശ് നെൽവയലുകൾ നെൽകൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെക്ടറിന് 40,000 രൂപ, അതിൽ 35,000 രൂപ കൃഷി ചെയ്യുന്ന കർഷകന് നൽകുന്നു, 5,000 രൂപ കൃഷിഭൂമിയുടെ ഉടമയ്ക്ക് നൽകുന്നു. ഇതിനാകെ 2 നിബന്ധനകളേ ഉള്ളൂ. ഒന്ന്, 3 വർഷമെങ്കിലും തരിശായി കിടന്ന നെൽവയലുകളായിരിക്കണം നെൽകൃഷി യോഗ്യമാക്കുന്നത്. പിന്നെ രണ്ടാമത്, അതിനുശേഷം തുടർച്ചയായി 3 വർഷമെങ്കിലും നെൽകൃഷി ഈ സ്ഥലത്ത് ചെയ്തിരിക്കണം. ഇതുകൂടാതെ നമുക്കറിയാമല്ലോ, വയനാടിന്റെ തനത് നെല്ലിനങ്ങൾ ഗന്ധകശാല, ജീരകശാല, പാൽത്തൊണ്ടി തുടങ്ങിയ ഉൾപ്പെടെയുള്ള വയനാടിന്റെ നെല്ലിനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗന്ധകശാല, ജീരകശാല നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവർക്ക് അധിക ധനസഹായമായി, ഇതിനെല്ലാം പുറമെ അധിക ധനസഹായമായി ഹെക്ടറിന് 10,000 രൂപ നൽകുന്നതിന് ഈ വർഷം ഫണ്ട് വകയെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ നെൽ വയൽ ഉടമസ്ഥർക്ക് പാഡി റോയൽറ്റി, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 3 വർഷം മുമ്പ് ഏർപ്പെടുത്തിയ ഒരു അംഗീകാരമാണ് പാഡി റോയൽറ്റി. നെൽവയലിന്റെ ഉടമ എന്ന അർത്ഥത്തിൽ അവർക്ക് പാഡി റോയൽറ്റിക്ക് അർഹതയുണ്ട്. 3,000 രൂപയാണ് അവർക്ക് ധനസഹായമായി ലഭിക്കുക. അതായത് എയിംസ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക്. ഈ എയിംസ് പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ ഈ വർഷം ഒക്ടോബർ 30-നകം പൂർത്തിയാക്കണം. അങ്ങനെയെങ്കിൽ അവർക്ക് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റോടുകൂടി പാഡി റോയൽറ്റി നമുക്ക് ലഭ്യമാക്കും. പിന്നെ ഇത് കൂടാതെ നെൽകൃഷിയില് പാടശേഖര സമിതികളിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തെങ്കിലും പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ടുകൾക്ക് നമുക്ക് കൃഷി വകുപ്പിന് അപേക്ഷ നൽകാവുന്നതാണ്. ഈ പ്രൊജക്ടുകൾക്കുള്ള ധനസഹായം, പ്രൊജക്ടുകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സാമ്പത്തിക സഹായവും കൃഷി വകുപ്പ് നൽകും. അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ നടാനും വരും തലമുറയ്ക്കായി തേങ്ങ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ നമുക്ക്? തെങ്ങ് കൃഷി വയനാട് ജില്ലയിൽ 10,000 ഹെക്ടറിന് മേലെയുണ്ട് കേട്ടോ. 10,300 ഹെക്ടറാണ് 2023-24 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം വയനാട് ജില്ലയിലുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, തേങ്ങയ്ക്ക് വില കൂടി വരികയാണ്, വെളിച്ചെണ്ണയ്ക്ക് തീ വിലയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പുതിയ കർഷകര് തെങ്ങ് കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ വർഷം ഞങ്ങൾ 20,000 നല്ല തെങ്ങിൻ തൈകൾ, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ കൃഷിഭവൻ വഴി കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. 50% സബ്സിഡിയിലാണ് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തത്. അതായത് 100 രൂപ വിലയുള്ള തെങ്ങിൻ തൈകൾക്ക് 50 രൂപ നൽകി കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം നല്ല ഡിമാൻഡായിരുന്നു കർഷകർക്ക് തെങ്ങിൻ തൈ വാങ്ങാനായിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കുള്ള വിലയും തേങ്ങ വിറ്റാൽ കർഷകർക്ക് കിട്ടുന്ന ലാഭവും ഒക്കെ ഓർത്തിട്ടാവും. എന്തായാലും അതൊരു നല്ല സൂചന തന്നെയാണ്. പിന്നെ ഇതുകൂടാതെ കേരഗ്രാമം എന്നൊരു പദ്ധതിയുണ്ട്. അതായത് ഒരു പഞ്ചായത്തിലെ 100 ഹെക്ടർ തെങ്ങിൻ പൊടിയിടങ്ങൾ ഒരുമിച്ച് ചേർത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം പദ്ധതി ജില്ലയിലെ ഈ വർഷം ചെയ്യുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിലും കണിയാമ്പറ്റ പഞ്ചായത്തിലുമാണ്. 100 ഹെക്ടർ പ്രദേശത്തേക്ക് തെങ്ങിന് സമഗ്ര വികസനം ഉദ്ദേശിക്കുന്നത് പഴയ തെങ്ങ്, അതായത് കൂമ്പുചീയൽ വന്ന് രോഗം വന്ന് നശിച്ചു പോയ തെങ്ങുകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റി പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വെച്ച് പിടിപ്പിക്കുക. ഈ തെങ്ങിൻ പുരയിടത്തില് ആവശ്യമായിട്ടുള്ള കുമ്മായ പ്രയോഗം, ഇത് കൂടാതെ സമഗ്രമായിട്ടുള്ള വളപ്രയോഗം,
കീടനിയന്ത്രണം, ഇതിലൂടെ തെങ്ങിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണുള്ളത്. ഈ പദ്ധതി നമ്മൾക്ക് ഈ വർഷം 2 പഞ്ചായത്തുകളായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം തെങ്ങിന് ധാരാളം ശത്രുക്കളുണ്ട്. കൂമ്പ് ചീയൽ, മണ്ടരി, കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി തുടങ്ങിയ കീടങ്ങളും രോഗങ്ങളും തെങ്ങിന്റെ ഉൽപാദനക്ഷമത കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തെങ്ങിന്റെ കീടരോഗ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട്, തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് 30,000 തെങ്ങിന് ഉള്ള ധനസഹായം ഈ പദ്ധതി വഴി നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള അഗ്രോ സർവീസ് സെന്ററുകളുണ്ട്, കാർഷിക കർമ്മസേനകളുണ്ട്. ഇതിലെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ഒരു ക്യാമ്പയിൻ മോഡലിലാണ്, ഈ ക്രൗൺ ക്ലീനിങ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്, തെങ്ങിന്റെ കീടരോഗ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നമുക്ക് വയനാട് ജില്ലയുടെ പ്രത്യേക കാലാവസ്ഥ, പഴവർഗ്ഗങ്ങളും പുഷ്പകൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ളത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ നല്ല രീതിയിൽ പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും റംബുട്ടാൻ, അവോക്കാഡോ, മാംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ഈ കൃഷിയോട് താല്പര്യം കാണിക്കുന്ന യുവ കർഷകരുമുണ്ട്. ഇത് വയനാട് ജില്ലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ് പഴവർഗ്ഗ കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഴവർഗ്ഗ കൃഷിക്ക് വേണ്ടിയിട്ട് ജില്ലയിൽ 63 ലക്ഷം രൂപ ഈ വർഷം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് പഴവർഗ്ഗ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിനുള്ള ധനസഹായവും അതിൽ സൂക്ഷ്മ ജലസേചനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ഇനി ഭാവിയിൽ നമുക്കറിയാം, ഇപ്പോൾ FPOകളുടെ കാലമാണ്, കൃഷിക്കൂട്ടങ്ങളുടെ കാലമാണ്. ഇപ്പോൾ പഴവർഗ്ഗങ്ങൾക്ക് ഒരു പ്രത്യേക പഴവർഗ്ഗം, ഫോർ എക്സാമ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന കർഷകർ ഒരുമിച്ച് ചേർത്ത് ഒരു കൃഷിക്കൂട്ടമോ FPO ആക്കി മാർക്കറ്റിംഗ് കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ആദ്യത്തെ ചുവട് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പഴവർഗ്ഗ ക്ലസ്റ്ററുകൾ വയനാട് ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. ഇതേപോലെ പുഷ്പകൃഷിക്കും ധാരാളം പദ്ധതികളുണ്ട്. ഇപ്പോൾ ഞാൻ കുറെ കാർഷിക പദ്ധതികളെ പറ്റി പറഞ്ഞു. ഈ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വശം മാത്രമാണ്. നമുക്കറിയാം, ധാരാളം രോഗങ്ങൾ, കീടങ്ങൾ സസ്യങ്ങളിൽ ഉണ്ടാവുന്നു. ഇതിനു വേണ്ടിയിട്ട് അമ്പലവയൽ RARS ഉണ്ട്, KVK ഉണ്ട്. എങ്കിലും കൃഷി വകുപ്പിന് ഇതിനൊരു പ്രത്യേക ടീമുണ്ട്. ഇതിന് പറയുന്നത് MDDT വിങ് എന്നാണ്, മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം. കൃഷി വകുപ്പിലെ തന്നെ കൃഷി ഓഫീസർമാരിൽ തന്നെ PhD ഡോക്ടറേറ്റ് ബിരുദമുള്ള PhD ഉള്ള കൃഷി ഓഫീസർമാരുണ്ട്. ഈ കൃഷി ഓഫീസർമാരെയും, അതായത് ഓരോ മേഖലയിലും വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷി വിജ്ഞാന കേന്ദ്ര അമ്പലവയലിലെ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ഒരു MDDT ടീം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, ഇഞ്ചിയിൽ പയറിക്കുലേറിയ രോഗം നമ്മൾ വന്ന സമയത്ത് തന്നെ ഈ MDDT ടീം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള രോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് തന്നെ നല്ല രീതിയിലേക്ക് നമ്മൾക്ക് പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഇതിന്റെ രോഗനിയന്ത്രണ മാർഗങ്ങൾ മറ്റു കർഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യം, നമുക്ക് മാനന്തവാടി നഗരസഭയിൽ കൂർക്കൻമൂല എന്ന പ്രദേശത്ത് ആഫ്രിക്കൻ ഉച്ചകളുടെ വ്യാപകമായിട്ടുള്ള വ്യാപനം അവിടെ കണ്ടിരുന്നു. അത് പ്രകാരം ധാരാളം കൃഷിയിൽ നാശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത്, കൃഷി വകുപ്പ്, KVK, അമ്പലവയൽ ഇവർ ഒരു ആഴ്ച നീണ്ടുനിന്ന ബോധവൽക്കരണ പരിപാടികൾ, ഈ ഒച്ചിനെ പിടിച്ചു നശിപ്പിക്കൽ, ഒച്ചിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ക്യാമ്പയിൻ മോഡിൽ നടപ്പിലാക്കി. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ചയായപ്പോഴേക്കും നമ്മൾക്ക് ആ ആഫ്രിക്കൻ ഒച്ചിന്റെ ഉപദ്രവം നമ്മൾക്ക് മാനന്തവാടി നഗരസഭയിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ഇടപെടലുകളും കൃഷി വകുപ്പ് നടത്തുന്നുണ്ട്. വയനാട് ജില്ലാ കൃഷി ഓഫീസിലേക്ക് ഈ വർഷം നമ്മൾക്ക് ഇതുവരെ 6 കോടിയോളം രൂപ ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന ഈ പദ്ധതികളൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. ഇത് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. യഥാർത്ഥ കർഷകരിലേക്ക് ഈ ആനുകൂല്യം എത്തുമ്പോഴേ നമ്മളുടെ പദ്ധതിക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നടത്തിപ്പ് നല്ല രീതിയിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്ന കർഷകര് കൃത്യമായിട്ട് എല്ലാ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന എല്ലാ കാർഷിക പദ്ധതികളും മനസ്സിലാക്കി അതിൽ നിന്നുള്ള സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റേഡിയോ മാറ്റുലി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ശ്രോതാക്കൾ കേട്ടത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനെ പറ്റിയും കൃഷിഭവനുകളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയുമാണ്. സംസാരിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ്.
ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനും ഒപ്പം എല്ലാ കൃഷിഭവനുകൾക്കും കർഷക സുഹൃത്തുക്കൾക്കും ആശംസകൾ. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വകുപ്പിന്റെ പദ്ധതികളും സേവനങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.